ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ തേർഡ് ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻറ്റിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വാട്ട് യു മീൻ ബൈ ബിസിനസ് എൻവയോൺമെൻറ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്പ് ദി ഫേം ടു ഐഡൻറ്റിഫൈ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജസ്. അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയുന്നതിനും ആദ്യത്തെ നേട്ടം നേടുന്നതിനും ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എൻ്റർപ്രൈസുകളെ വളരെയധികം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ഹെൽപ്പ് ആൻ എൻ്റർപ്രൈസ് ടു ബി ദി ഫസ്റ്റ് ടു എക്സ്പ്ലോയിറ്റ് ദം, അതർവൈസ് ഇറ്റ് വിൽ എക്സ്പ്ലോയിറ്റ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് അഥവാ അവസരങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ഒരു എൻ്റർപ്രൈസിനെ ആദ്യം ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നു. അല്ലാത്ത പക്ഷം അത് എതിരാളികൾ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, മാരുതി became the leader in the small car market because it was the first company who recognized the need for small car in Indian market. എന്താ അവിടെ ഉദാഹരണമായി പറയുന്നത്? ചെറിയ കാർ വിപണിയിൽ മാരുതി മുൻനിരയിലായി. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ കാറുകളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ ആദ്യത്തെ കമ്പനിയാണ് മാരുതി എന്നുള്ളത്. നെക്സ്റ്റ് പോയിൻ്റാണ്, ഇറ്റ് ഹെൽപ്പ് എ ഫേം ടു ഐഡൻറ്റിഫൈ ത്രെറ്റ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽ. എന്ന് വെച്ചാൽ ത്രെറ്റ് മീൻസ് ഭീഷണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണികളും നേരത്തെയുള്ള മുന്നറിയിപ്പ് സിഗ്നലുകളും തിരിച്ചറിയാൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ഒരു സ്ഥാപനത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ അവെയർനെസ് ക്യാൻ ഹെൽപ്പ് മാനേജേഴ്സ് ടു ഐഡൻറ്റിഫൈ വേരിയസ് ത്രെറ്റ് ആൻഡ് ടൈം ആൻഡ് സെർവ് ആസ് എൻ ഏർലി വാർണിംഗ് സിഗ്നൽ. കൃത്യസമയത്ത് വിവിധ ത്രെറ്റുകൾ തിരിച്ചറിയാനും ഓരോ സമയത്ത് അല്ലെങ്കിൽ കൃത്യസമയത്ത് വിവിധ ഭീഷണികൾ തിരിച്ചറിയാനും നേരത്തെയുള്ള മുന്നറിയിപ്പ് സിഗ്നലായി പ്രവർത്തിക്കാനും മാനേജർമാരെ എൻവയോൺമെൻ്റലി അവെയർനെസ് ഉണ്ടാക്കുന്നതിന് ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മാനേജർമാരെ എൻവയോൺമെൻ്റലി അവെയർനെസ് ഉണ്ടാക്കാൻ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത്? കൃത്യസമയത്ത് വിവിധ തരം ത്രെറ്റുകൾ തിരിച്ചറിയാനും നേരത്തെയുള്ള മുന്നറിയിപ്പ് സിഗ്നലായിട്ട് പ്രവർത്തിക്കാനും മാനേജർമാരെ പരിസ്ഥിതി അവബോധം സഹായിക്കുന്നു, അഥവാ എൻവയോൺമെൻറ്റ് അവെയർനെസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്ങിനും പോളിസി ഫോർമുലേഷനും ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. സിൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ് ഫോർ ദി ഫേം, ഇറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അനാലിസിസ് can be the basis for planning and policy formulation. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് സ്ഥാപനത്തിന് അവസരങ്ങളും അഥവാ ഓപ്പർച്യൂണിറ്റീസുകളും ത്രെറ്റുകളും നൽകുന്നതിനാൽ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് പ്ലാനിങ്ങിനും അതുപോലെ തന്നെ പോളിസി ഫോർമുലേഷനും അടിസ്ഥാനമാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്. ഇഫ് ദ ബിസിനസ് ഈസ് അവെയർ ഓഫ് ദ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് then it can take possible measures to exploit the situation or take remedial measures to survive. ഇവിടെ പറയുന്നത് ബിസിനസ്സിന് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ സാഹചര്യം മുതലെടുക്കാൻ സാധ്യമായ നടപടി
കൈക്കൊള്ളുകയോ എന്നുവെച്ചാൽ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ സാധ്യമായ നടപടികൾ കൈക്കൊള്ളുകയോ അതിജീവിക്കാൻ പരിഹാര നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ സാഹചര്യം മുതലെടുക്കാൻ സാധ്യമായ നടപടിക്രമങ്ങൾ അത് കൈക്കൊള്ളുകയോ അതിജീവിക്കാൻ പരിഹാര നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. ദോഷമായിട്ട് വരികയാണെങ്കിൽ അത് അതിജീവിക്കാനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് ഹെൽപ്പ് of business environment firm to identify the changes and develop suitable course of action to improve their performance. ഇവിടെ പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ കൂടുതലായിട്ട് സഹായിക്കുന്നു. ഇവിടെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനും അവയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി ഉചിതമായ പ്രവർത്തനഗതി വികസിപ്പിക്കുന്നതിനും ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളെ എൻവയോൺമെൻറ്റ് സ്കാനിങ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്ഥാപനങ്ങളെ എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്തിനാണ് സഹായിക്കുന്നത്? മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനും അവയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി ഉചിതമായ പ്രവർത്തനഗതി വികസിപ്പിക്കുന്നതിനും ഒരു സ്ഥാപനങ്ങളെ എൻവയോൺമെൻറ്റ് സ്കാനിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ഹെൽപ്ഫുൾ ഇൻ tapping and assembling resources. Businessmen have to supply the goods to market according to the demand in market. To produce goods they need raw materials. Environmental study help them to collect raw materials keeping in mind the products demanded by the environment or consumers. ഇവിടെ പറയുന്നത് റിസോഴ്സുകൾ മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ റിസോഴ്സുകൾ ടാപ്പ് ചെയ്യുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. റിസോഴ്സുകൾ ടാപ്പ് ചെയ്യുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും സഹായിക്കുന്നു. ഇവിടെ പറയുന്നത് മാർക്കറ്റിലെ ആവശ്യത്തിനനുസരിച്ച് ബിസിനസ്മാന് കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ എത്തിക്കണം എന്നാണ് പറയുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അതനുസരിച്ച് എന്താണ് ബിസിനസ്മാൻ അവിടേക്ക് ആ സാധനങ്ങളൊക്കെ എത്തിക്കണം എന്നാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അവരെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. ദ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ഫാക്ടർ വിച്ച് ഹാവ് ദ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ഫേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൽ അല്ലെങ്കിൽ ബിസിനസ് ഫേമിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ്, എക്കണോമിക്കലി ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സാണ് എക്കണോമിക് പോളിസീസ് അഥവാ സാമ്പത്തിക നയങ്ങൾ. അതുപോലെ തന്നെ എക്കണോമിക് സ്ട്രക്ചർ, പിന്നെ എക്കണോമിക് പ്ലാനിങ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങൾ, പിന്നെ സ്ട്രക്ചർ, ആസൂത്രണം, സാമ്പത്തികമായുള്ള ആസൂത്രണങ്ങൾ, ഇൻഡിക്കേറ്റർ, സൂചനകൾ, ഇതൊക്കെ എന്താണ് ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ബിസിനസ് ഫേമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് അഥവാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഇൻഡസ്ട്രിയൽ പോളിസി ഡെവലപ്പ് ചെയ്ത 1991 അത് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം. നൗ ദേ ആർ ഓൺലി 3 ഇൻഡസ്ട്രീസ് ഫോർ വിച്ച് ലൈസൻസിങ് ഈസ് കമ്പൽസറി. ദീസ് ആർ അറ്റോമിക് എനർജി, എയിംസ് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട്. ഇൻഡസ്ട്രിയൽ പോളിസിയിലെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവസായിക ലൈസൻസിങ് സംവിധാനം നിർത്തലാക്കൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 3 വ്യവസായങ്ങൾ മാത്രമേ ലൈസൻസിങ് നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവ അറ്റോമിക് എനർജി, ആയുധങ്ങൾ, അതുപോലെ തന്നെ റെയിൽ ഗതാഗതം എന്നിവയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പബ്ലിക് സെക്ടർ റോൾ ഡിലൂട്ടഡ്. പബ്ലിക് സെക്ടർ റോൾ ഡൈല്യൂട്ടഡ്
Industrial Policy 1991 seeks to restrict the role of public sector and opened the door to private sector. ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസീസ് 1991 പൊതുമേഖലയുടെ പങ്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും സ്വകാര്യ മേഖലയിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസിൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ. ദ ഗവൺമെൻറ് has started the process of disinvestment in those PSU or public sector undertaking which had been running into loss. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഇൻഡസ്ട്രിയൽ പോളിസിയിലെ അനദർ ഫീച്ചറാണ് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നഷ്ടത്തിലായിരുന്ന സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവയുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഓഹരി വിറ്റഴിക്കാൻ ഉള്ള പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, liberalization on foreign capital policy. The shares of foreign equity participation was increased and in many sectors 100% FDI was permitted. ഇവിടെ പറയുന്നത് ഫോറിൻ ഇക്വിറ്റീൻ്റെ പങ്കാളിത്തത്തിൻ്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും പല മേഖലകളിലും 100% FDI അനുവദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്.